ശരിക്കും പറഞ്ഞാൽ ഒരു അവധി ദിവസം കിട്ടുമ്പോഴാണ് ഇതുപോലെയൊക്കെ ഒന്ന് വന്ന് നിന്ന് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മളുടെയൊക്കെ ചുറ്റുപാടുകൾ കാണാൻ നല്ല രസമാണല്ലേ. മഞ്ഞ് മൂടിക്കിടക്കുന്ന പാടങ്ങളും മരങ്ങളൊക്കെ കാണാൻ പറ്റും. ഇവിടെ ഡാൻസ് ക്ലാസ്സിൻ്റെ സെറ്റപ്പ് ചെയ്തതോടുകൂടിയാണ് കേട്ടോ ഞാൻ മുകളിൽ ഇതുപോലെയൊക്കെ വന്ന് നിൽക്കാൻ തുടങ്ങിയത്. പിന്നെ ഇവിടെ വെച്ചിട്ടുള്ള ചെടികൾക്കെല്ലാം വെള്ളം നനച്ചതിന് ശേഷമാണ് താഴോട്ട് പോകുന്നത്. സാധാരണ സാറ്റർഡേയ്സും സൺഡേയ്സും ഒന്നും എനിക്ക് ഇതുപോലുള്ള സമയമൊന്നും കിട്ടാറില്ല. ഇതുങ്ങളെയൊന്നും പരിപാലിക്കാനുള്ള സമയവും കിട്ടാറില്ല. വെക്കേഷനുകളിലാണ് എനിക്ക് കൂടുതലും സമയം കിട്ടാറ്. ഇവിടുത്തെ ഡാൻസ് ക്ലാസ് ചെറിയ രീതിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. തറയിലെ കുറച്ച് പണികളും ചുറ്റുമുള്ള കുറച്ച് കർട്ടൻ പണികളും ഒക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇന്നെന്തായാലും അയിരൂരമ്പലത്തിൽ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. വീട്ടിലെ പണികളെല്ലാം ഒതുക്കിയതിന് ശേഷം വേണം പോകാനായിട്ട്. അയിരൂര് മഹാവിഷ്ണുവാണ് കേട്ടോ പ്രതിഷ്ഠ. അവിടുത്തെ ചുറ്റമ്പലത്തിൻ്റെ മതിലുകളിലെല്ലാം ചുവർച്ചിത്രങ്ങൾ ചെയ്തിട്ടുള്ളത് ഞാനും കുറച്ച് കുട്ടികളും കൂടിയിട്ടാണ്. കുറച്ച് കുട്ടികളെന്ന് ഉദ്ദേശിച്ചത് എൻ്റെ സ്റ്റുഡൻസാണ് കേട്ടോ. അമ്പലത്തിൽ പോയി വന്നാൽ പിന്നെ നല്ല വിശപ്പായിരിക്കുമല്ലോ. ഇഡലിയും ചമ്മന്തിയും കൂടെ കഴിച്ചു. പണികളെല്ലാം തീർത്ത് പോയതുകൊണ്ട് തിരിച്ചു വന്നിട്ട് കാര്യമായിട്ടുള്ള പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് വീഡിയോസ് എടുക്കാനും എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഫോണൊന്ന് ചെറുതായിട്ട് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് കൊടുക്കുമ്പോഴത്തേക്കും വീഡിയോസ് എല്ലാം സെറ്റാക്കി വെച്ചിട്ട് ഇതൊന്ന് ഷോപ്പിൽ കൊടുക്കാൻ. ഉച്ചയിലെ ഭക്ഷണം അടിപൊളിയായിരുന്നു കേട്ടോ. ഇന്ന് അമ്മയുടെ വക അയല പൊള്ളിച്ചതായിരുന്നു. പിന്നെ പരിപ്പ് കറി, ഉപ്പിലിട്ടത്, ഇരുമ്പമ്പുളി അച്ചാർ, പപ്പടം, ഇതെല്ലാമായിരുന്നു ഇന്നത്തെ ഫുഡിന്. അമ്മ ആദ്യമായിട്ടാണ് കേട്ടോ അയല പൊള്ളിച്ചത് ഇതുപോലെ വെക്കുന്നത്. ഭയങ്കര ടേസ്റ്റായിരുന്നു. അമ്മ ചില പ്രത്യേക കറികൾ വെക്കും കേട്ടോ. രസം, പിന്നെ ഇതുപോലെ അയല പൊള്ളിച്ചത്, അങ്ങനെയുള്ള കറികൾക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞാൻ സ്കൂളിൽ പോകുമ്പോൾ അവരെല്ലാവരും റെസിപ്പീസും ചോദിക്കാറുണ്ട് കേട്ടോ. നെക്സ്റ്റ് ടൈം രസം ഉണ്ടാക്കുമ്പോൾ എന്തായാലും അത് നമ്മളുടെ ചാനലിലും കൂടെ ഇടുന്നതായിരിക്കും കേട്ടോ. ഉച്ചയ്ക്ക് നമ്മൾ വെച്ച ഫുഡ് തന്നെയാണ് രാത്രിയിലേക്ക് നമ്മൾ എടുക്കാറ്. രാത്രി അങ്ങനെ പ്രത്യേകിച്ച് വിഭവങ്ങളൊന്നും ഉണ്ടാവാറില്ല. ഈവനിങ് ആയപ്പോൾ കണ്ണനൊന്ന് കിച്ചണിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അവനിതുപോലെ വെറൈറ്റി ഫുഡ്സൊക്കെ ഉണ്ടാക്കി നോക്കുന്നത് വലിയ ഇഷ്ടമാണ്. അവൻ തന്നെ കുക്ക് ചെയ്യും, എന്നിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും തരും, എല്ലാവരെയും കഴിപ്പിക്കുകയും ചെയ്യും കേട്ടോ. പക്ഷേ കുട്ടിക്ക് വീഡിയോ എടുക്കുന്നത് മാത്രം താല്പര്യമില്ല. അവനുണ്ടാക്കുന്ന ഫുഡിനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ പണിയും ഒക്കെ കഴിഞ്ഞ് സന്ധ്യാസമയമായി, വിളക്ക് കത്തിക്കണ നേരമായി. പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അത്താഴം കഴിക്കുക, കണ്ണൻ്റെ കൂടെ കുറച്ച് നേരം ഇരിക്കുക. അവൻ പഠിക്കാനിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ കൂടെ അങ്ങനെ ഇരിക്കും കുറച്ച് സമയം. പിന്നെ അങ്ങനെ കിടന്നൊരൊറ്റ ഉറക്കുക. പിന്നെ കണ്ണുറക്കുന്നത് നേരം വെളുത്തിട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടാവും കേട്ടോ. കാരണം ഒരു അവധി ദിവസം കഴിയല്ലേ. അപ്പോൾ നിങ്ങളുടെയും അവധി ദിവസങ്ങളൊക്കെ എങ്ങനെയാണ്? ഇതുപോലൊക്കെ തന്നെയാണോ? കമൻറ്റ് ചെയ്യണേ.